സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമോ ഭഗവതേ വൈവസ്വതായ മൃത്യവേ ബ്രഹ്മവിദ്യാചാര്യായ നചികേതസേ ച. ഭാഷ്യം. അയമേവ ലോകോ യോയം ദൃശ്യമാനഃ സ്ത്രീ അന്നപാനാദി വിശിഷ്ടോ നാസ്തി പരോദൃഷ്ടോ ലോകഃ ഇത്യേവം മനനശീലഃ മാനി പുനഃ പുനർജനിത്വാ വശം മദധീനതാം ആബധ്യതേ മേ മൃത്യോഹോ മമ. ഇവരെ സംബന്ധിച്ചിടത്തോളം അന്നം പാനം സ്ത്രീകൾ, ആഹാര നിദ്ര ഭയമൈഥുനം, അത്ര തന്നെ. അത്തരം കാര്യങ്ങളിൽ മാത്രമേ ഇവർക്ക് വലിയ ഇവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ താല്പര്യമുള്ളൂ. അതിന് വിട്ടുകൊണ്ട് മുൻപ് പറഞ്ഞ പോലെ ഞങ്ങൾ മൃഗങ്ങളൊന്നുമല്ല, ഞങ്ങൾ മനുഷ്യന്മാരാണ് എന്നുള്ള ബോധം ഞങ്ങൾക്ക് മനനം ചെയ്യേണ്ടതുണ്ട്. മനനം ചെയ്യാൻ എന്താ ഉള്ളത്? നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് തന്നിട്ടുള്ള ആദേശ ഉപദേശങ്ങൾ, അതാ മനനം ചെയ്യേണ്ടത്. ആരെ പൂർവ്വസൂരികൾ? എന്താ അവർ തന്ന ആദേശോപദേശങ്ങൾ? അതൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക്, മനുഷ്യജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവർക്ക് താല്പര്യമുള്ളൂ. അന്നം ആണ് അന്നപാനാദി എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അന്നം, അതുപോലെ തന്നെ സ്ത്രീ, അന്നപാനാദി കാര്യങ്ങൾ, ആഹാര കാര്യങ്ങൾ, അതുപോലെ തന്നെ മൈഥുന കാര്യങ്ങൾ, ഇതിനെ അവർക്ക് താല്പര്യമുള്ളൂ. അത്തരം കാര്യങ്ങൾ വിട്ട് മറ്റൊന്നും താല്പര്യമില്ല. അങ്ങനെയുള്ള സുഖസാധനങ്ങളോടുകൂടി ഉള്ള ഈ ലോകം, അത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. ഇത് വിട്ടൊരു ലോകം, സ്വർഗാദിയുണ്ട്, സ്വർഗമുണ്ട് അമേരിക്ക അല്ലെങ്കിൽ സൗദി അറേബ്യ, അവിടെ പോയി കുറെ പൈസ കിട്ടുമല്ലോ, അപ്പോഴും തീറ്റയുടെ വിചാരമാണത്. അല്ലാതെ ആ ലോകത്തുള്ള താല്പര്യമല്ല. അവിടെ അത് മരുഭൂമിയാണ്. എന്നിട്ട് അവിടെ പോകുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് അവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പോകുന്നത്? എന്തുകൊണ്ടാണ്? ഒരുപാട് പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കുന്നത് തെറ്റല്ല, പക്ഷെ പൈസ ഉണ്ടാക്കൽ മാത്രമായിട്ടൊരു ജന്മം, അതിനുവേണ്ടി മാത്രമൊരു ജന്മമാണെങ്കിലോ? അപ്പൊ ഇവിടെ പലപ്പോഴും എന്നല്ല, മിക്കപ്പോഴും ആളുകൾ കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കുന്നുകൂട്ടി വെക്കാൻ. ഈ കുന്നുകൂട്ടി വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? തിന്നാൻ വേണ്ടിയിട്ട്. അതും വിട്ട് അന്തസ്സിന്റെയും ആഭിയത്യത്തിന്റെയും വേറൊരു ആന്തരിക ആറ്റിറ്റ്യൂഡിന്റെ വലിപ്പം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ വലിപ്പം, മൃഗങ്ങളുടെ വലിപ്പം അത് നാട വെച്ചളക്കാം. പശുവിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അത് പാല് ചോർത്തുമ്പോൾ അത് എത്രത്തോളം പാല് കിട്ടുന്നുണ്ട്. കുതിരയുടെ വലിപ്പം, കുതിര എത്രത്തോളം വേഗത്തിൽ ഓടുന്നുണ്ട്. പന്നിയുടെ വലിപ്പം, അതിന്റെ ശരീരം എത്രത്തോളം ഉണ്ട്, മുറിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം മാംസം കിട്ടും. ആനയുടെ വലിപ്പം, അതിന്റെ ഉദരം, മറ്റേ ഉയരം, കൊമ്പിന്റെ നീളം, ഇതൊക്കെയും വെച്ചിട്ടാണ്. പക്ഷെ മനുഷ്യന്റെ വലിപ്പം എങ്ങനെയാണ്? ഈ പറഞ്ഞ വല്ല കാര്യങ്ങളുണ്ടോ? തടിയുണ്ടോ? ഉയരമുണ്ടോ? വല്ലതും ഉണ്ടായിരുന്നോ? മഹാത്മജിക്ക് കൃഷ്ണനുണ്ടായിരുന്നോ? വിനോബാജിക്ക് ഉണ്ടായിരുന്നോ? നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പുരാണ കഥാപുരുഷന്മാര്, അവർക്ക് വസിഷ്ഠനൊക്കെ ഉയരം കുറഞ്ഞ ആളുകൾ, അഗസ്ത്യൻ വളരെ ഉയരം കുറഞ്ഞ ആളുകൾ, അഷ്ടാവക്രൻ കാണുമ്പോൾ വിരൂപനാണ്. പക്ഷെ അവരുടെ വലിപ്പം, നമ്മൾ അവരെ വലിയവരെന്ന് പറയാറില്ല. മഹാത്മജി വലിയൊരാളായിരുന്നു. എന്തിന്റെ പേരിലാണ് അളക്കുന്നത്? അവരെ ബാഹ്യസമ്പത്തിന്റെ പേരിലല്ല, ആന്തരികമായിട്ടുള്ള വൈഭവത്തിന്റെ പേരിലാണ് അവരെ നമ്മൾ അളക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ലോകത്തെ, അങ്ങനെയുള്ള ഭാവങ്ങളെ ഇത്തരം ആളുകൾ നിഷേധിക്കും. ഒറ്റ വാക്കുകൊണ്ട് നിഷേധിക്കും. അത് ഇത്രയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു, എന്താണ് തിന്നാൻ കിട്ടുക എന്ന് നോക്കി താഴോട്ട് നോക്കി നടക്കുന്ന ആളുടെ മുഖം പിടിച്ച് ഉയർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അവർ നിഷേധിക്കും. ഈ കാണുന്ന ലോകം, ഉദാസീനമായിട്ട് ലോകം ആകാശം നോക്കി കിടന്നാൽ മാവുണ്ണാൻ പറ്റുമോ? ഇതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് കാണപ്പെടാത്ത ലോകങ്ങളെ അവർ നിഷേധിക്കും.
വീണ്ടും ജനിച്ച് അവര് എന്റെ വശത്തിലെത്തുകയും ചെയ്യും. അത് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള ആളുകള് വീണ്ടും ജനിച്ചു മരിച്ച് എന്റെ വശത്തിലേക്ക് എത്തുന്നു. അത് നമുക്ക് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ജനന മരണാദി ലക്ഷണ ദുഃഖ പ്രബന്ധാരൂഢ ഏവ ഭവതീത്യർത്ഥ. അവർ ജനന മരണ രൂപമായിട്ടുള്ള ദുഃഖ പരമ്പര അതിലകപ്പെടുന്നു. ദുഃഖ പ്രബന്ധാരൂഢ ഏവ, അതിലകപ്പെട്ടു പോകുന്നു. പ്രായേണ ഏവംവിധ ഏവ ലോക, ലോകവും ഈ ലോകരും മിക്കവാറും ഇങ്ങനെയാണല്ലോ എന്നാണ് വ്യഥ കൊള്ളുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ദൃശ്യസൃഷ്ടിക്കപ്പുറം അനുഭൂതിപരമായൊരു തത്വജ്ഞാന മേഖലയേ ഇല്ല. അവരത് പറഞ്ഞ് ആണയിടും. നമുക്കവരെ തള്ളിക്കളയാൻ അത് വേറെ കാര്യം. പക്ഷെ അവരുടെ നില എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവരേതൊരു കാര്യങ്ങളാണെങ്കിൽ പോലും അവരെ അംഗീകരിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടാൻജിബിൾ. അത് കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിയുന്ന കാര്യമായിരിക്കണം. അതർവൈസ് ദേ വിൽ നെവർ ആക്സെപ്റ്റ് എനി കൈൻഡ് ഓഫ് ഇൻടാജിബിൾ ഓബ്ജക്ട്സ്. ദേ വിൽ നെവർ ആക്സെപ്റ്റ്. കാണുന്ന ലോകം മാത്രമാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുക. ദൃശ്യസൃഷ്ടിയെ മാത്രമാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുക. പാഷണ്ഡവാദികളാണ് അവർ, ഭൗതികവാദികളാണ് അവർ, പദാർത്ഥമാത്രവാദികൾ. അതിനപ്പുറം അനുഭൂതിപരമായ തത്വജ്ഞാന മേഖല അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഇന്ദ്രിയ വിഷയമായിട്ടുള്ള ഈ ലോകം മാത്രമുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം ഭൗതിക വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്നലെ അവർ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നു. നല്ലൊരു വസ്ത്രമില്ല, നല്ലൊരു ചെരുപ്പില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എവിടെയോ പോയിട്ട് എന്തോ അത് എങ്ങനെയുമാകാം. ബാങ്ക് കൊള്ളടിച്ചിട്ടുള്ള പൈസയാണെങ്കിൽ പോലും ഭൗതികമായിട്ടുള്ള മാറ്റം വരുത്താം. കള്ളക്കടത്ത് നടത്തിയാലും മാറ്റം വരുത്താം. മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിച്ചെടുത്തിട്ട് അതിന്റെ മേലെ കയറിയിരുന്നാലും മാറ്റം വരുത്താം. വീർത്ത് വരാം. ഭൗതികമായിട്ടുള്ള വ്യക്തിത്വത്തിൽ അങ്ങനെ മാറ്റം വരുത്താൻ പറ്റും. പക്ഷേ ആന്തരികമായിട്ട് മുന്നേറാൻ അവർക്ക് വഴികളേതുമില്ല. ആയതുകൊണ്ട് അവർ ബദ്ധജീവന്മാരാണ്, സംസാരി ജീവന്മാരാണ്. അവരിങ്ങനെ പറ്റിപ്പിടിച്ചു കിടക്കുകയാണ്. നീരാളിപ്പിടുത്തമാണ് ഈ ലോകത്തോട് അവർക്കുള്ളത്. അഥവാ ലോകത്തിൽ നിന്ന് കരഗതമാക്കിയ സാധനങ്ങള് അതിനോടൊരു നീരാളിപ്പിടുത്തമാണ്. ചാവാങ്കെടുക്കുമ്പോൾ പോലും അതുപോലെയാണ്. ചാവാങ്കെടുക്കുന്ന സമയത്ത് ഈ നാക്ക് അണ്ണാക്കിനകത്തേക്ക് പോകും. അപ്പൊ അയാൾ പറയുന്നത്, മക്കളെ ഇങ്ങോട്ട് വരൂ, എന്റെ 10 ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ട്. അതില് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഇത്ര ലക്ഷം രൂപ, കാനറ ബാങ്കിൽ ഇത്ര ലക്ഷം രൂപ, SBIയിൽ ഇത്ര ലക്ഷം രൂപ, ഇതൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ട്. പക്ഷെ എന്താ അയാൾ പറയുമ്പോൾ എന്ന് മാത്രം. പിന്നെ രഹസ്യമായിട്ട് 2-3 സ്ഥലത്ത് അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, പറമ്പില് ഒരു പ്രത്യേക മാവിന്റെ ചുവട്ടില് ഒരു നിധികുമ്പ് ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു അയാളുടെ സ്വഭാവം. അവസാനം ചാവാൻ കിടക്കുന്നത് പറയുന്ന സമയത്ത് പിള്ളേരെന്താ പറയുന്ന അറിയോ? ഇതേ അങ്ങനെ എന്തോ പറയണല്ലോ, അത് ചിന്നന്റെ പറയുന്നതായിരിക്കും. ചിന്നന്റെ പറയുന്നതല്ല, അങ്ങനെ ഈ സമ്പത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതുമുള്ള നീരാളിപ്പിടുത്തം വിട്ടിട്ടില്ല, ഊർധ്വൻ ഭരിക്കാൻ തുടങ്ങി. ഈ സമയത്തുണ്ടാവുന്ന ദുഃഖം എന്താണെന്ന് ആലോചിച്ച് നോക്കണം. ഉണ്ടാക്കിയത് മുഴുവൻ മണ്ണിനിടയിൽ എടുക്കുകയാണ്. ഏതോ ബാങ്കിൽ അതിനകത്ത് നോമിനിയെ പോലും വെച്ചിട്ടില്ല. ആരും ഇഷ്ടമില്ലല്ലോ. അതെല്ലാം നാശക്കോട്ടയാവാൻ പോവുകയാണ്. ഇതാരോടാ പറയുക? ആരോടും പറയാൻ പറ്റില്ല. മലനടിച്ച് കിടക്കുകയല്ലേ. പിള്ളേര് മുഴുവൻ പറയുന്നത് ചിന്നന്റെ പറയുകയാണ്. അപ്പൊ ഇവരെയാണ് സംസാരി ജീവന്മാരെന്ന് പറയുന്നത്. ഇവരെയാണ് ബദ്ധജീവന്മാരെന്ന് പറയുന്നത്. ഒരു ജന്മം മുഴുവൻ ഉണ്ടാക്കുന്നതിനായിട്ട് അതിൽ കാമമില്ല, അനുഭവിക്കാൻ യോഗമില്ല. അർത്ഥസമ്പാദനം മാത്രമേ ഉള്ളൂ. കാമത്തിന് അത് അനുഭവിക്കാനുള്ള യോഗമില്ലാത്ത ആളുകൾ, ഇത്തരം ബദ്ധജീവന്മാരായിട്ടുള്ള ആളുകള് ഇഹലോക കാര്യങ്ങളിലല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ, അതെല്ലാം അദ്ദേഹത്തിനുള്ള ശീലം ഉപേക്ഷാശീലമാണ്. അവരെയാണ് നമ്മൾ പറയുന്നത് ബദ്ധജീവന്മാര്, ഡെലൂഡഡ് പേഴ്സണാലിറ്റീസ്.
ദേ ആർ വെരി മച്ച് ഡിലൂഡഡ്, അവിവേകികളാണ് അങ്ങനെയുള്ള ആളുകൾ. ഒരു ഈ അതിന്റെ പ്രധാനപ്പെട്ട നമ്മൾ കാര്യം പറഞ്ഞു, വെൽത്ത്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഫിസിക്കൽ കംഫർട്ട്സ്, അതിന്റെ പേരിൽ അദ്ദേഹത്തിന് കഴിയുന്ന ഫിസിക്കൽ എന്റർടൈൻമെന്റുകൾ, അതിൽ മുഴുകിക്കൊടുന്ന സമയത്ത് തമിഴ്നാട്ടിലൊരു കാവ്യമുണ്ട്, നന്ദാവനത്തിൽ ഒരാണ്ടി. ഇതിന് കറക്റ്റ് അത് പറ്റിയൊരു സാധനമാണ്. നന്ദാവനത്തിൽ ഒരാണ്ടി, അവൻ 4-6 മാതമായി കൊയ്വനെ തേടി കൊണ്ടുവന്നാൽ ഒരു തോണ്ടി. ആ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. 10 മാസം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറത്തേക്ക് വ്യക്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് വ്യക്തിയായിട്ട് ഇവിടെ വന്നപ്പോൾ സ്ഥിതി എന്താണ്? എന്തിനാ വന്നത്? ഭഗവാനെ തേടാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിനൊരു ഫാക്കൽറ്റി അങ്ങനെ കിട്ടി. അസാമാന്യ ബുദ്ധി വൈഭവമുള്ള ഒരു മൈതാനം, ഒരു ക്ഷേത്രം, ഒരു ശരീരം കിട്ടി. പക്ഷെ ഇവിടെ വന്നപ്പോൾ വീണ്ടും എന്താ ചെയ്യുന്നത്? കൂത്താടി കൂത്താടി കളിക്കുന്നു. ഫിസിക്കൽ അദ്ദേഹത്തിന് കിട്ടിയ തോണിയിൽ കയറി മുന്നോട്ട് പോയിട്ട് സംസാര സാഗരത്തെ മറികടക്കാനല്ല ശ്രമിക്കുന്നത്. ആ തോണിക്ക് മനോഹാരിത ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ആ തോണിക്ക് പെയിന്റ് അടിക്കാനാണ് ശ്രമിക്കുന്നത്. തോണി കെട്ടിയിട്ടിരിക്കുകയാണ്. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴുകിപ്പോയാലോ വല്ലതും ഉപയോഗിച്ചാലോ അതുകൊണ്ട് ചങ്ങലപ്പൂട്ടിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ഫിസിക്കൽ കംഫർട്ട്സ് ഈ ശരീരത്തെ മിനുക്കി കൊണ്ടുവന്നു. ശരീരത്തെ ഉപയോഗിക്കുന്നില്ല. ഒരാൾ കാറ് വാങ്ങിച്ചു, മക്കൾ കാറ് വാങ്ങിച്ചു കൊടുത്തു. പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ഞാൻ ഉപയോഗിച്ചു വിട്ടേച്ചിട്ട് ഇവർ കാറ് പുറത്തേക്ക് എടുക്കില്ല. മഴക്കാലത്തും മഴ കൊണ്ട് നടന്നാലും കാറുണ്ടല്ലോ വീട്ടിൽ. അല്ല, അതേ മഴ കൊണ്ടു കഴിഞ്ഞാൽ കാറിന്റെ അടിഭാഗം തുരുമ്പ് പിടിക്കുവേ വെയിലത്ത്, അപ്പോഴും പുറത്തെടുക്കില്ല. കാറെന്താ പുറത്തെടുക്കാത്ത? അതേ വെയിൽ കൊണ്ടു കഴിഞ്ഞാലേ അതിന്റെ മേലുള്ള പെയിന്റൊക്കെ മങ്ങിപ്പോവും. ആ കാർ അവിടെ കിടന്നു നശിച്ചു. ഫിസിക്കൽ കംഫർട്ട്സ്. ഈ ശരീരം എന്തിനാണ് കിട്ടിയത്? ശരീര മനോബുദ്ധി ഉപാധികൾ കിട്ടിയത് അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വഞ്ചി വാങ്ങിക്കുന്നത് വഞ്ചിയിലൂടെ കടക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തീരത്തുനിന്ന് മറുതീരത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. ആ വഞ്ചി കെട്ടിയിട്ടാലോ? കെട്ടിയിട്ട വഞ്ചി മുന്നോട്ട് പോകൂ? കെട്ടിയിട്ട വഞ്ചി മുന്നോട്ട് പോവില്ല മക്കളെ. മാതാമൃതാനന്ദമ്മയുടെ മാസ്റ്റർ വാചകമാണത്. ഫിസിക്കൽ കംഫർട്ട്സിനോടാണ് ശ്രദ്ധ. ഫിസിക്കൽ എന്റർടൈൻമെന്റുകൾ കൂത്താടി കൂത്താടി പൂട്ടുടയത്താനാണ്ടി. അവസാനം 100 വയസ്സായി. അതൊന്നും ആവണ്ടപ്പോ അത് പോയി. എന്താ നേടിയത്? കൂട്ടലും കണക്കുകളും എല്ലാം കഴിയുമ്പോൾ ബാലൻസ് ഷീറ്റിൽ വട്ടപ്പൂജ്യം. കുറെ ഉണ്ടാക്കി, കുറെ നശിപ്പിച്ചു. ഇവിടുന്ന് കൊണ്ടുപോകാൻ എന്താ ഉള്ളത്? ചത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം അയാൾ മരിച്ചവനായി. ആർക്കും വേണ്ട. എവിടെയോ കൊണ്ട് അടക്കാൻ വേണ്ടിയിട്ട് ആ നമ്മൾ പറയാറില്ലേ, മറ്റേ കാട് വരെ നാട്ടുകാരുണ്ടാവും. അത് കഴിഞ്ഞ പിന്നെ ആരും ഉണ്ടാവില്ല. വീട്ടിന്റെ പുറകിൽ മനൈവി വരുമാട്ടെ, പുള്ളികൾ വരുമാട്ടെ. അവസാനം എല്ലാവരും കൂടി എടുത്ത് ചുടുകാടിൽ കൊണ്ടുപോയി എവിടെ വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി തീരുകയാണ്. എന്തെങ്കിലും ഒരു മുദ്ര അവിടെ പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ സമൂഹത്തില്, ഈ ലോകത്തില്, ഈ മണ്ണ് തിന്ന് ഈ മണ്ണിൽ ജീവിച്ച നമുക്ക്, ഈ മണ്ണിന് വേണ്ടി, ഈ മണ്ണിൽ ജീവിക്കാൻ പോകുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു മുദ്ര പതിപ്പിച്ചു വെക്കാൻ, നാളെയും കൂടിയും ഈ ലോകത്തിന്റെ സ്മരണ പദത്തിൽ കടന്നു വരാനുള്ള എന്തെങ്കിലും ചെയ്യാൻ അയാൾക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ ആ ജന്മം എന്തായി മാറി? ആ ജന്മം വേസ്റ്റായിട്ട് മാറി എന്നർത്ഥം. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം വിലപിക്കും. ഈ നാക്കടിയിൽ പോകുമ്പോൾ, ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു ആണ്ടി വടിയോനെ. അത് അങ്ങേരോടാണോ ചോദിക്കേണ്ടത്? അത് ഉപയോഗിക്കാത്ത വന്ന എന്റെ കുറ്റം ഇദ്ദേഹത്തിലല്ലേ വാസ്തവത്തിലുള്ളത്? എല്ലാ ഐശ്വര്യവും വീര്യം കീർത്തി എനിക്ക് വേണം, മറ്റാർക്കും പാടില്ല എന്നുള്ള രാക്ഷസികമായിട്ടുള്ള ചിന്ത വെച്ച് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം ഇവിടെ അസ്തുവായി മാറി, അശുവായിട്ട് മാറി, ശുഷ്കനായിട്ട് മാറി, ഒന്നുമല്ലാത്ത അറഗന്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറി. ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരെയും കരയിപ്പിച്ചു. ചത്തുപോയപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. അതാണ് ഇവരുടെയൊക്കെ അവസ്ഥ. വെറും ഫിസിക്കൽ കംഫർട്ട്സിന് വേണ്ടിയിട്ട് ഈ ഇത്രയും വലിയൊരു ഫാക്കൽറ്റി ഉപയോഗിക്കുന്നു. ഇത്രയും വലിയൊരു
ഫാക്കൽറ്റി ഉപയോഗിച്ച് അതിൻ്റെ പേരിലുണ്ടാകുന്ന എൻ്റർടൈൻമെൻറ്റുകൾ, അതിൽ കൂത്താടി കൂത്താടി പൂട്ടുടയത്താനാണ്ടി, പിന്നെയും അയാൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും, വീണ്ടും നശിപ്പിച്ചു ഞാൻ, ഇനിയൊരു നല്ല ജന്മത്തിന് വേണ്ടി ഇനിയൊരു 16 കോടി ജന്മം കഴിയുമ്പോൾ കിട്ടും. ആത്മവിചിന്തനത്തിന് സമയമില്ലാത്ത ആളുകൾ. എല്ലാത്തിനും അവർക്ക് സമയമുണ്ട്, ബട്ട് there is no time at all for introspection, ആത്മവിചിന്തനം, അവനവനിലേക്ക് തിരിയാൻ. താൻ ആരാണ്, എന്തിനാണ് താൻ വന്നത്, ഫ്രം വെയർ, എവിടെ നിന്നാ വന്നത്, ഫോർ വാട്ട്, എന്തിനാ വന്നത്, വെയർ ടു ഗോ, എവിടേക്കാ പോകേണ്ടത്, കസ്ത്വം കോഹം കുത ആയാത, അങ്ങനെയുള്ള ചിന്തിക്കാനുള്ള ശേഷിയൊന്നും അതിനുള്ള ആളുകൾക്കില്ല. പാപജന്മങ്ങൾ, അവരെയാണ് പാപികൾ എന്ന് പറയുന്നത്. ജനിച്ചവർ മുഴുവൻ പാപികളല്ല, ജനിച്ചിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യാത്തവരാ പാപികൾ. പുണ്യപാപ വിഷയങ്ങളൊന്നും അവന്റെ ചിന്താപഥത്തിലില്ല. എന്താണ് പുണ്യം, എന്താണ് പാപം, എന്താണ് ശരി, എന്താണ് തെറ്റ്, അച്ഛനും അത് പഠിപ്പിച്ചില്ലല്ലോ. പഠിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾ. നിന്നെ അവൻ എന്തെങ്കിലും ചെയ്താൽ നീ അവന്റെ മൂക്കത്ത് കുത്തിയോ, ബാക്കി ഞങ്ങൾ നോക്കിയോളാം എന്ന് പറയുന്ന പോലെ. അപ്പുറത്തെ വീട്ടിലെ ആള് ജില്ലാ കളക്ടറാ, അവന്റെ കുട്ടി കാറിൽ പോകുന്നു, ഡെയിലി കാറിൽ പോകുന്നു, ഇവൻ ഓട്ടോറിക്ഷയിലാ പോകുന്നത്. അവൻ ഓട്ടോറിക്ഷയിൽ പോകുന്നു, അവനതൊരു പ്രശ്നമല്ല. പക്ഷെ അമ്മ അച്ഛനോട് പറയുകയാണ്, അപ്പുറത്തെ വീട്ടിലും കാറിലാ പോകുന്നത്, നമുക്കൊരു കാറ് വാങ്ങിക്കണം. ഇവർക്ക് കാറ് വാങ്ങിക്കാൻ വല്ല കോപ്പുണ്ടോ, ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അസൂയ, പൗഷന്യം, പോര്, കുശുമ്പ്, കുതിയാനുമിട്ട്, പാരവെപ്പ്, ഇതൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ പാപ വിഷയങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്നുണ്ട്. വിട്ടുകൊടുക്കരുത് മോനെ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. കൂട്ടത്തിലെ പുണ്യ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? അമ്മ ഇന്ന് അവൻ എന്നെ കോങ്കണ്ണെന്ന് വിളിച്ചു. അപ്പൊ അമ്മ പറയണം, അതിന് നീ കോങ്കണ്ണനല്ലല്ലോ, പിന്നെ എന്നെ ഞൊണ്ടിക്കാനെന്ന് വിളിച്ചു, നിനക്ക് ഞൊണ്ടിക്കാനില്ലല്ലോ, പിന്നെ എന്തിനാ നീയെ വിളിക്കാക്കാൻ പോയത്? അവന് വേറെ ആരെങ്കിലും വിളിച്ചതായിരിക്കും. എവിടെയെങ്കിലും ഒരു അശുഭ കാര്യം കണ്ടു കഴിഞ്ഞാൽ, ഒരു പട്ടി ചത്തുകിടക്കണം, ആ വഴിക്ക് പോയ ഒരു ഗുരുവും ശിഷ്യന്മാരവിടെ വന്നിട്ട് പറഞ്ഞു, മൂക്കുപൊത്തി, എന്ത് വേണം എന്ന് പറഞ്ഞിട്ട്. ഗുരു അതിനെ കുറച്ചിങ്ങനെ നോക്കി നിന്നു. ശിഷ്യന്മാര് ഇതെന്തവിടെ നിന്ന്, എന്തൊരു മണമാണ്. അവര് വേഗം മാറിപ്പോയി. ഗുരുവിന് വിവരം കെട്ടതല്ലല്ലോ ഗുരു, അതുകൊണ്ടാണല്ലോ ഗുരുവായത്, വിവരമുള്ളത് കൊണ്ടല്ലേ. ഗുരു കുറെ നേരം അവിടെ നോക്കി നിന്നു. അദ്ദേഹം ഒരു 5 മിനിറ്റ് നോക്കി നിന്നു. അങ്ങനെ മൂക്കൊന്നും മൊത്താൻ പോയില്ല. എന്നിട്ട് അപ്പുറത്ത് പോയി കുറച്ച് കഴിഞ്ഞപ്പോ, എന്ത് മണ അല്ലേ ഗുരു എന്ന് ചോദിച്ചപ്പോ, ഞാനത് ആ മണം ഞാൻ അനുഭവിച്ചില്ല. അപ്പൊ അവിടെ നിന്നപ്പോ ഒന്നും കിട്ടിയില്ല. ഇല്ലല്ല, ഞാൻ അവിടെ ശ്രദ്ധിച്ചിരുന്നത് എന്റെ മനസ്സ് മുഴുവൻ മറ്റൊരിടത്തായിരുന്നു. അതിന്റെ പല്ലുകൾ, അത് പല്ല് തേക്കാറൊന്നുമില്ല, അതെല്ലാം കഴിക്കാറുണ്ട്, വൃത്തികെട്ട സാധനങ്ങൾ അടക്കം എല്ലാം കഴിക്കാറുണ്ട്. എന്നിട്ടും അതിന്റെ പല്ല് എന്തൊരു മനോഹരമായിരിക്കുന്നു, ഞാൻ അതാ നോക്കിയത്. അദ്ദേഹം നല്ലതേ നോക്കിയുള്ളൂ, ചീത്തയിലേക്ക് കണ്ണോടിച്ചില്ല. ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എന്തൊരു കാര്യം പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു മാത്രം. പാപ വിഷയങ്ങളെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ചിന്തയുണ്ട്. പുണ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്ത അത് എവിടുന്നാ വരേണ്ടതെന്ന് അറിയാമോ? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന്. നിന്റെ മക്കൾ എപ്രകാരം നല്ലവരായിരിക്കണമെന്ന് നീ കരുതുന്നുവോ അപ്രകാരം എന്റെ സന്തതികളായ നിങ്ങൾ എന്റെ ഇംഗിതത്തിനനുസരിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അതിനനുസന്ധാനം ചെയ്ത് വളരേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ശ്രുതിമാതാവാണ്. അപ്പൊ ശ്രുതിമാതാവിന്റെ കൽപ്പനകൾ ഏറ്റുവാങ്ങിയിട്ട് അച്ഛനും അമ്മയും അത് തന്റെ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതാണ് അമ്മയുടെ മുലപ്പാലിലൂടെ. ശ്രുതിമാതാവ്, അതാണ് വീട്ടിലെ പ്രമാണങ്ങൾ കാത്തുസൂക്ഷിക്കണം എന്ന് പറയുന്നത്. ശ്രുതിമാതാവിന്റെ കൽപ്പനകളാണ് നമ്മുടെ മുമ്പിലുള്ളത്, പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങൾ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ കുട്ടികൾ നാളെ അപ്പുറത്ത് പോയിട്ട് അപ്പുറത്തും പുറത്തും മൂക്കത്ത് കുത്തും പിൻകഴുത്തിൽ അടിയും കിട്ടുമ്പോൾ കാരണം കെട്ട സ്വഭാവമാണേ. രൂപയവന സമ്പന്നനാണ്, വിശാലകുല സംഭവനാണ്, വിദ്യാവിഹീനനും. കഴിഞ്ഞില്ലേ? നിർഗന്ധ ഇവക്കും ശുകാഹ, മുരിക്കിന്റെ പൂവ് പോലെ. ആർക്കും വേണ്ട, കാണാൻ നല്ല ഭംഗിയാണ്, ആരും ഉപയോഗിക്കില്ല മാത്രം. നമുക്ക് കറയുണ്ട്, തൊട്ട് കഴിഞ്ഞാൽ കറ കയ്യമ്മയാവും. അപ്പോ ഈ രീതിയിൽ വിവേകശൂന്യന്മാരായിട്ട് വളർത്തി പുറത്തു പോകുന്ന സമയത്ത് അവർ പുറത്ത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർ ശത്രുക്കളായിട്ട് പരിഗണിക്കുന്നത് ഈ അച്ഛനും അമ്മയാണ്. മാതാ പിതാജമേ ശത്രു. പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കാത്ത മാതാവും പിതാവുമാണ് പിന്നെ അവന്റെ ശത്രുക്കളായിട്ട് മാറുന്നത്. സമൂഹത്തിൽ എന്തായിത്തീരും? ഹംസമധ്യേ ഭഗോയത.
നല്ല ഹംസങ്ങളുടെ ഇടയിൽ ഒരു കൊക്കു വന്ന് നിൽക്കുന്ന പോലെ ആയിത്തീരുന്നു അവൻ സമൂഹത്തിൽ. അപ്പോൾ അവൻ അച്ഛനും അമ്മയാണ് ശപിക്കുക. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.